നമസ്കാരം. ഷെക്കേന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ശിക്ഷ, ശിക്ഷണം, ഈ രണ്ട് വാക്ക് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ സ്കൂളിലുമൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വാക്കുകളാണ് ശിക്ഷ, ശിക്ഷണം. ശിക്ഷണം എന്താണ്? ശിക്ഷ എന്താണ്? രണ്ടിൻ്റെയും അതിർവരമ്പുകൾ എങ്ങനെയാണ്? നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും ഭയത്തോടെ കാണുന്ന ഒന്നാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന വഴക്കുകൾ അവരെ വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കറക്ഷൻസ് അത് അവരെ വല്ലാത്ത ആശങ്കയിലേക്ക് നയിക്കുമോ തുടങ്ങി. ഇതേ സാഹചര്യം നമ്മുടെ സ്കൂൾ അധ്യാപകർക്ക്, കോളേജ് അധ്യാപകർക്ക് ഉണ്ടാകുന്നു. എന്താണ് നമ്മുടെ കാലത്തിന് സംഭവിച്ചത്? ഒരു കുട്ടിയെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ അതിനെ കാണുന്നു എന്ന് ആശങ്കയോടെ മാത്രം അധ്യാപനം കൊണ്ടു നടക്കേണ്ട ഒരുപറ്റം അധ്യാപകർ ഒരു വശത്ത്, മറുവശത്ത് കുട്ടിയെ വിഷമിപ്പിക്കാതെ എങ്ങനെ തിരുത്തൽ വരുത്തി അവനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആശങ്കപ്പെടുന്ന അധ്യാപകർ ഒരു മറുവശത്ത്. വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ വിഷയങ്ങളിൽ നിന്ന് പറയാതെ വയ്യ. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് കുടുംബങ്ങളെ, കലാലയങ്ങളെ, നമ്മുടെ ക്ലാസ് മുറികളെ മാറ്റുന്നത്? ജെൻസി തലമുറയെ എങ്ങനെയാണ് നമുക്ക് പേരൻറ്റിങ് നടത്താൻ സാധിക്കുന്നത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കേന ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ. അദ്ദേഹം KCBC പ്രോ ലൈഫ് സമിതിയുടെ ജനറൽ സെക്രട്ടറി, ഒപ്പം സെൻറ് തോമസ് കോളേജ് അധ്യാപകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷണവുമായ ഡോക്ടർ ഡെയ്സൺ പാണങ്ങാടൻ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. 7 കുട്ടികളുടെ ഒരു പിതാവിനോടാണ് ഈ ചർച്ചയുടെ ആദ്യഭാരം ഞാൻ ചോദിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തലമുറകളെയൊക്കെ പല അക്ഷരങ്ങളിട്ട് വിളിക്കാറുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ജെൻസി എന്നൊക്കെയാണ് വിളിക്കുക. ജെൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കാലഘട്ടമായിക്കോട്ടെ, നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കുട്ടികളുടെ അവരുടെ സ്വഭാവം, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വിലയിരുത്തുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കുടുംബങ്ങളിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ സ്കൂളുകളിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത റിഫ്ലക്ഷൻ നമ്മൾ കോളേജുകളിലും കാണുന്നുണ്ട്. നമുക്കൊരു കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കുട്ടിയോട് നമ്മൾ പറയുന്ന ഒരു ചെറിയ കറക്ഷൻ പോലും ശിക്ഷയായി വ്യാഖ്യാനിക്കാം, മാനസിക പീഡനമായി വ്യാഖ്യാനിക്കാം, അത് പരാതിയാകാം, കോടതിയിൽ പോകാം, അത് കേസാകാം. അങ്ങനെ ജയിലിൽ കിടക്കുന്ന അധ്യാപകർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശത്താണെങ്കിൽ ജയിലിൽ കിടക്കുന്ന പിതാക്കന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രയും നിയമങ്ങൾ എത്തിയിട്ടില്ല. കാരണം അവിടെ ടോൾ ഫ്രീ വിളിച്ചു കഴിഞ്ഞാൽ ഏത് നിലയിലും അത് കേസായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഒരു അതിർവരമ്പുകൾ നിർണ്ണയിക്കുക, അല്ലെങ്കിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, ഇത് വല്ലാത്തൊരു ഒരു സ്ട്രെസ്ഫുള്ളായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് അങ്ങേക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും ഈ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ വരാനായിട്ട്, അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി വലുതായി കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 7 കുട്ടികളുണ്ട്. അതായത് 2ാം ക്ലാസ് മുതൽ 24-25 വയസ്സായ ആൾ വരെ ഉണ്ട്. അപ്പം എല്ലാ റേഞ്ചിലുള്ള ആളുകളും ഒപ്പമുണ്ട്. എല്ലാ സീകളെ അറിയാം, ജെൻ ആൽഫയൊക്കെ അറിയാം. അപ്പം ഞാൻ മനസ്സിലാക്കിയതാണ്, അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിവരെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാലും ഇവർ പുറത്തിറങ്ങുമ്പോൾ, അതായത് പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഒപ്പമായിരിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള ഒരു സ്വഭാവ രീതികളാണ് ഇവർ കാണുക. അപ്പോൾ നമുക്ക് ഇവരെ എത്രത്തോളം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നല്ല രീതിയിൽ ഒരുക്കിയെടുത്ത് കൊണ്ടുവന്നാലും പുറം ലോകം ഇങ്ങനെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഇവർക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥതയുണ്ട്. അതായത് പുറം ലോകത്ത് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന മൂല്യങ്ങളോ ഇതൊന്നും കാണാനായിട്ട് ഇടയില്ല എന്ന് ഇവരോട് തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്ന ഒരു വിഷയം എന്താണെന്നെങ്കിൽ, പഴയ കാലങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളും അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ടൊരു ശൃംഖലയുണ്ട്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഏകദേശം ആ ഒരു അനുഭവമാണ്. അതുപോലെയുണ്ട്. പക്ഷെ മറ്റു പല കുടുംബങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഷെയർ ചെയ്യാൻ, അതായത് സിബ്ലിങ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു ആൾ 2 ആളുള്ളൂ. ഈ 2 പേരും ഒരുപക്ഷെ 2 റൂമുകളിലായിരിക്കും. അപ്പോൾ ഇവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനോ അതല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനോ പറ്റുന്നില്ല.
ഇത് തന്നെയാണ് മാതാപിതാക്കൾക്കും പറ്റുന്നത്. കാരണം മാതാപിതാക്കൾ ഇപ്പോഴും രണ്ടുപേരും അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നവരാണ്, പിതാവും മാതാവും ജോലിക്കാരാണ്. അപ്പോൾ ഇവർക്കും അവരുടെ പ്രശ്നങ്ങൾ തന്നെ പരസ്പരം പറയാനുള്ള സമയം കിട്ടുന്നില്ല. ഇതൊന്ന് വരുന്ന വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്നുണ്ടെങ്കിൽ, ശരിക്കും ഇപ്പോൾ മാതാപിതാക്കൾക്ക് തന്നെ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറഞ്ഞ് ഏതാ ശരി ഏതാ തെറ്റ് എന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം നമ്മൾ ഇന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് നോക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു രീതി വരുന്നു. മാധ്യമങ്ങളുടെയും മീഡിയയുടെയും സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടും. സ്വാധീനം. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ 2000-ന് ശേഷമാണ് നമുക്ക് ഈ മൊബൈലൊക്കെ കയ്യിൽ വന്നു തുടങ്ങിയത്. 2013 കഴിഞ്ഞപ്പോഴും അതിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ കിട്ടി തുടങ്ങി. ഇപ്പം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ്. അപ്പം ഈ കുട്ടികളുടെ കയ്യിലേക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ മേഖലകളെ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് മാതാപിതാക്കൾ ഒരു പക്ഷേ ഉയർന്നു വരാനും പറ്റുന്നില്ല. ഈ കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ മാതാപിതാക്കളോടും മറ്റുള്ളവരോടുള്ള കൺവെർസേഷനെക്കാട്ടിലുപരിയായിട്ട് ഈ മീഡിയാസിനോട്, അതല്ലെങ്കിൽ ഈ അവരുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിനോടാണ് അവർ ആശയവിനിമയം. ഇപ്പോൾ ചാറ്റ് ബോട്ട് അടക്കമുണ്ട്. അപ്പോൾ ഇവരുടെ എന്ത് സംശയം വന്നാലും ഇതിലാണ് മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്നുള്ളൊരു വലിയൊരു വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്ന് ചോദിച്ചാൽ, അത് ഓരോ കുടുംബത്തിനും യുണീക്കായിട്ട്, അതായത് ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യത്തിലും യുണീക്ക് നേച്ചറിൽ അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ കൊച്ചിലെ ഇപ്പോൾ ഇവർ 5 വയസ്സ് വരേക്കും TV-യോ ഇതൊന്നും അധികം സിനിമയോ അങ്ങനെയൊന്നും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ അത് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു വിശുദ്ധരുടെ അത്തരത്തിലുള്ള ഇതുകളായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പറയുന്നു ഞങ്ങളെന്തുകൊണ്ട് അത് സിനിമ കാണിക്കാതിരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, കുറച്ചും കൂടെ നിങ്ങൾ മുതിർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണത് അന്ന് കാണണ്ട എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ കുടുംബത്തിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം. ഒപ്പം തന്നെ ഇവരോട് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്, പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ധാർമ്മിക മൂല്യങ്ങളോ അതല്ലെങ്കിൽ ഈ തെറ്റും ശരിയോ ആയിക്കൊള്ളണമെന്നില്ല. അതിൽ ശ്രദ്ധ വേണം നമ്മളൊരു പക്ഷേ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ശരി, വളരെ മനോഹരം. ഡോക്ടർ ജെയ്സൺ, ഇവിടെ നമ്മൾ കഴിഞ്ഞിടയ്ക്കാണ് ഫെബ്രുവരി മാസമാണ് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും കേസിൻ്റെ തീരുമാനം വിധി വരികയും ഒരു സ്കൂൾ കുട്ടിയെ തല്ലിയെന്നുള്ള പേരിൽ ഒരു അധ്യാപികക്കെതിരെ കേസ് കൊടുക്കുകയും കോടതി അത് ആ ടീച്ചർക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. കാരണം അവിടെ വന്നൊരു ഡിബേറ്റ് ഇതായിരുന്നു, കുട്ടികളുടെ അവകാശങ്ങളും ശിക്ഷണത്തിൻ്റെയും നിർവചനത്തെയായിരുന്നു ആ കോടതിയിൽ വാദമായി വന്നത്. അപ്പോൾ അത് പറഞ്ഞു ആളുകളുടെ നന്മയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങളെ അത് ശിക്ഷയുടെ പരിധിയിൽ പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോടതി അനുകൂലമായി വിധിച്ചു, ടീച്ചർക്ക് അനുകൂലമായി. അങ്ങ് അധ്യാപകനാണ്, പല തലമുറകളെ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സമീപകാലത്താണെങ്കിലും ചില കുട്ടികളുടെ ആത്മഹത്യകൾ, കോളേജിൽ ആത്മഹത്യകൾ, ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ അമൽജ്യോതി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ആത്മഹത്യ. അത് വലിയൊരു, ഇപ്പോൾ നമ്മൾ നടക്കുന്ന നഴ്സിംഗ് സമരം പോലുള്ള ഒരു സമരമാണ് അവിടെ നമ്മൾ കണ്ടത്. സ്ഥാപിത താല്പര്യമുള്ള ആളുകൾ അവിടെ ഒരു കോളേജ്, കേരളത്തിലെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ ഒന്നിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കൂടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഒരു ആത്മഹത്യയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണത് ചർച്ചയായി വന്നത് എന്നും ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിയോട് നമ്മളൊരു കാര്യം ഒരു തിരുത്താൻ പാകത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അത് വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. അതൊരു തരത്തിലും മോശമല്ലാത്തൊരു ആംഗിളിലാണ്, പോസിറ്റീവായ ആംഗിളിലാണ് നമ്മൾ പറയുന്നതെങ്കിലും അതങ്ങനെ ആയി വരുന്നു, അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ശിക്ഷണം എനിക്ക് തോന്നുന്നു ഒരു പ്രതിസന്ധി ഈ കലാലയ ജീവിതത്തിലും സ്കൂളുകളിലുമൊക്കെ അതൊരു പ്രതിസന്ധിയായി വരുന്നുണ്ട്, അല്ലേ? സ്വാഭാവികമായും ഇതിൽ ശിക്ഷയും ശിക്ഷണവും നമ്മൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ സ്കൂളും കോളേജും ഇത് രണ്ടായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കും. നമുക്ക് നോക്കിയാൽ അറിയാം, സ്കൂളുകളെ സംബന്ധിച്ചാണ് ഒരു പരിധി വരെ ചൂരൽ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിക്ഷകളൊക്കെ ഒരു പരിധി വരെ ഉണ്ടായിരുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്. എനിക്ക് തോന്നുന്നു കോളേജുകളിലൊന്നും അത്തരം ഒരു ശൈലിയോ സമീപനമോ നേരത്തെയും ഇല്ല, ഈ കാലത്തും ഇല്ല, ഇനി ഒരു കാലത്തും അത് ഉണ്ടാകാനും ഇടയില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത 2009 നമ്മുടെ രാജ്യത്ത് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 14. അപ്പം 14 വയസ്സ് വരെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് 2009 മുതൽ പ്രാവർത്തികമായി.
അങ്ങനെ പ്രാവർത്തികമായപ്പോൾ അതിലെ കോണ്ടെക്സ്റ്റുകളിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം കൂടിയാണ് ശിക്ഷ പരിപൂർണമായിട്ടും ഒഴിവാക്കിയുള്ള ഒരു ശിക്ഷണ നടപടി. ശിക്ഷ പരിപൂർണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള ശിക്ഷണ നടപടി. അപ്പോഴാണ് എന്താണ് ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷണം എന്നത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരിക. ശിക്ഷ എന്ന് പറയുന്നത് കുറച്ചും കൂടി ശാരീരികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വടിയെടുത്തടിക്കുന്ന ഒരു കുട്ടിയെ ശാരീരികമായിട്ട് അടിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് ആ കുട്ടിയെ തിരുത്തുന്നതാണ്. ഇത് പലപ്പോഴും ഡിഫൈൻ ചെയ്യുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാവും. നേരത്തെ പറഞ്ഞ നിതിൻ സൂചിപ്പിച്ച ഹൈക്കോടതിയിലെ പരാമർശമുണ്ടായ കേസ് പോലും ആ ടീച്ചർ അനുഭവിച്ച മാനസിക സംഘർഷം, ആ ടീച്ചർ സ്കൂളിൽ അനുഭവിച്ച, വിദ്യാർത്ഥികൾക്കിടയിൽ അനുഭവിച്ച, കുടുംബത്തിൽ അനുഭവിച്ച, സമൂഹത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷം, അത് ഈ കോടതി വിധിയിലൂടെ ഒന്നും ഇല്ലാതെയാവുന്നില്ല. കോടതി വിധിയൊക്കെ ഉണ്ടാവുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 6 മാസക്കാലവും 1 വർഷക്കാലവും ഒക്കെ അല്ലെങ്കിൽ വർഷങ്ങളുടെ ഒക്കെ ആഴ്ചകളുടെ ഒക്കെ ഒരു പരിണാമമുണ്ട് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവിലേക്കൊക്കെ എത്തുന്നതിന്. സ്വാഭാവികമായിട്ടും ആ കുട്ടി അനുഭവിച്ച അത്ര തന്നെ മാനസിക പീഡനത്തിലൂടെ സ്വാഭാവികമായിട്ടും ആ ടീച്ചർ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ അവകാശ നിയമം പോലുള്ള ഒരു നിയമം നിലവിലുള്ള ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള നിയമത്തിന് വിധേയമാകാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ തിരുത്തലുകൾ ആരാണ് കൊടുക്കുക? ആ തിരുത്തലുകൾക്ക് സാധ്യത ഉണ്ടാക്കുക എന്നതാണ് ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവതരമായിട്ട് നാം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നാം സംവദിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അപ്പം പലപ്പോഴും പല മാതാപിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയെ ജീവിതത്തിൽ അടിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മകളെ ജീവിതത്തിൽ എനിക്ക് അടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ പല മാതാപിതാക്കളുടെയും മക്കൾ ഇന്ന് തെരുവോരങ്ങളിൽ നടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അപ്പനും അമ്മയും അടിക്കാത്തത് കൊണ്ട് അവരെ ആരടിക്കുന്നു? നാട്ടുകാരടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ഒരു പ്രവർത്തന ശൈലി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ഒരു ലാളന കൊണ്ട് വളർന്ന രീതി കൊണ്ട് പൊതുസമൂഹത്തിൽ അവർ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വിധേയരാകുന്നു. അപ്പം അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ കൃത്യമായിട്ട് ശിക്ഷയിലൂടെ, ശിക്ഷണത്തിലൂടെ വളർത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അതിന് ലീഗലി പ്രശ്നങ്ങളില്ല. എന്നാൽ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ ശിക്ഷണ നടപടികളിലൂടെ വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് അധ്യാപകർ നോക്കിക്കാണുന്നത്. ഇത് ഡിഫൈൻ ചെയ്യുന്നതിലുള്ള പാളിച്ച, നമ്മളിപ്പോ നേരത്തെ ജെൻ ആൽഫ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ജെൻസിയെ പറ്റിയാണ്. ജെൻ ആൽഫ തലമുറ ഇപ്പോൾ ഈ വർഷം മുതൽ 11ാം ക്ലാസ്സിൽ വന്നു തുടങ്ങി. 2010 ശേഷം ജനിച്ച കുട്ടികളാണ് ഈ വർഷം +1 ചേർന്ന 11ാം ക്ലാസ്സിൽ ചേർന്ന തലമുറ എന്ന് പറയുന്നത്. അപ്പൊ ജെൻസിയിൽ നിന്ന് ഒട്ടേറെ വൈവിധ്യങ്ങളുള്ളവരാണ് ജെൻ ആൽഫ വിദ്യാർത്ഥികൾ. അവരുടെ മാനസിക നിലവാരം, അവരുടെ സാമൂഹിക പരിജ്ഞാനം, സാമൂഹ്യ മാധ്യമ ഉപയോഗമൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പൊ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള ബോധന രീതികൾ ക്രിയാത്മകമായിട്ട് കൊണ്ടുവരുന്നുള്ള സമീപനം വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവണം, അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതില് നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നം, ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താനുള്ള ധൈര്യം അധ്യാപകർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിഗൗരവതരമാണ്. നമ്മളിപ്പോ കോപ്പി അധ്യാപകർ എന്താണ് കരുതുക? അങ്ങനെയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അതൊരു കേസായി മാറുന്നു, പ്രശ്നമായി മാറുന്നു. എന്നാൽ എന്തുമായിക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്കല്ലോ വരിക. അവരുടെ മനോബീര്യം തകർക്കുന്നതാണല്ലോ കോപ്പി അടിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, ആ കോപ്പി അടിക്കുന്നത് പിടിക്കാൻ പോലും ധൈര്യപ്പെടാത്ത അധ്യാപക സമൂഹം ഇപ്പോൾ ആയി കഴിഞ്ഞു, സമൂഹത്തിലായി കഴിഞ്ഞു. എന്ത് വൈരുദ്ധാത്മിക സമീപനമാണ് പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ പുതിയ സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുക എന്നുള്ളത്, അതിന്റെ അനുരണനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയ്ക്കും യുക്തിക്കും നിരക്കാത്തതാണ്, ചിന്തയ്ക്കും യുക്തിക്കും അപ്പുറത്തുള്ളതാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാവണം. ആ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ അതിനുണ്ടാവണം. തെറ്റുകൾ എല്ലാ കാലങ്ങളിലും തിരുത്തപ്പെടണം. ആ തിരുത്തപ്പെട്ട് കുട്ടികളിലെ ക്രിയാത്മകതയും സർഗാത്മകതയും കൃത്യമായിട്ട് പരിപോഷിക്കപ്പെടുകയും കുട്ടിയെ നന്മയുടെ പാതയിൽ, ധാർമ്മികതയുടെ പാതയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും വേണം. അതൊരിക്കലും ഒരു ശിക്ഷയുടെ ഭയപ്പാടിൽ നിന്നാകരുത്, മറിച്ച് തിരുത്തലിന്റെ, ശിക്ഷണത്തിന്റെ ഒരു ചേർത്ത് നിർത്തലിന്റെ സാധ്യതയിൽ നിന്നാകണമെന്നതാണ് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്ന ബോധന ശൈലി. ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ അധ്യാപകർ മാറേണ്ടിയിരിക്കുന്നു. എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഗൗരവതരമായ, ചെറിയ കുഞ്ഞുനാൾ മുതൽ ഈ കുട്ടിയെ വളർത്തി പരിപാലിക്കുന്ന മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ആവശ്യം വേണ്ട സന്ദർഭങ്ങളിലെങ്കിലും അവരെ ശിക്ഷയോടുകൂടെ തന്നെ ശിക്ഷണം കൊടുക്കാനുള്ള സാധ്യത അവർ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കും. അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ ഞാനതിനെ വേറൊരു തലത്തിലൂടെ ഞാൻ അതിനെ ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മൾ ഗുരുഭൂതർ എന്ന് പറയുമ്പോൾ അതിനൊരു ഗുരുത്വം ഉണ്ടായിരുന്നു, ഗുരുഭൂതർക്കൊരു ഗുരുത്വം. പക്ഷേ ഇപ്പം ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോഴേ ഗുരുഭൂതർ തന്നെ കുരുത്തക്കേട് കാണിക്കുന്ന ഒരു രീതി. ഇപ്പോൾ പോക്സോ കേസിലെ ഇപ്പോൾ പല കേസുകളും വരുന്നത് തന്നെ അധ്യാപകരാണ് പ്രതി, അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന അധ്യാപകരെന്ന് പറയുന്നവരൊക്കെ ഞാൻ നോക്കുമ്പോൾ
ഒന്നോ രണ്ടോ മാക്സിമം 3 കുട്ടികളെ വരെയാക്കി നിർത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉദരത്തിൽ ഈ കുഞ്ഞുങ്ങളെ, അതായത് ഈ ജീവനെ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ജീവന് കുരുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അധ്യാപകർക്ക് എങ്ങനെ ഒരു ധാർമ്മിക നിലവാരത്തിൽ, അതല്ലെങ്കിൽ ഒരു മനസ്സാക്ഷിക്കുത്തില്ലാതെ കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കാനായിട്ട് എങ്ങനെ പറ്റും? ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും നിർബന്ധപൂർവ്വം. എൻ്റെ ജോലിക്ക് തടസ്സമില്ലാതിരിക്കാൻ ഞാൻ അബോർട്ട് ചെയ്തിട്ടാണ് ഒരു അധ്യാപന വൃത്തിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ച് മനസ്സാക്ഷിക്കുത്തില്ലാതെ ഒരു ധാർമ്മികത എങ്ങനെ പഠിപ്പിക്കും? അപ്പോൾ ഇവിടെ ഒരു വിഷയം, പഴയ കാലങ്ങളിലെ അധ്യാപകർക്കുണ്ടാകുന്ന ക്വാളിറ്റി ഒരു പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടപ്പോൾ അത് ഈ പറഞ്ഞ കുട്ടികളിലേക്ക് പകർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തലം. രണ്ടാമതൊരു തലം എന്ന് പറയുന്നത്, നമ്മൾ ബൈബിളിൽ പറയാം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയും. അനുസരണമാണ് നീ ഒരു ബലി അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ആ വചനം ശരിക്കും ഇവരൊക്കെ ധ്യാനിക്കണം, എല്ലാവരും ധ്യാനിക്കണം. കാരണം ഇന്ന് എല്ലാ തലങ്ങളിലും ഈ അനുസരണം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഒരു പക്ഷേ കുട്ടികളുടെ മുൻപിൽ വെച്ച് തന്നെ അവിടെയുള്ള ഹെഡ് മിസ്ട്രസ്സോ പ്രിൻസിപ്പാളോ ഒരു അധ്യാപകനോടോ അധ്യാപികയോടോ ഒരു കാര്യം പറയുമ്പോൾ മറുതലിച്ച് സംസാരിക്കുന്നത് ഈ കുട്ടികൾ കാണുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ അനുസരണം ഉണ്ടാവും? അപ്പം അത് ഇന്ന് ആ എല്ലാ മേഖലകളിലും വന്ന ഒരു മൂല്യ തകർച്ച ഈ കുട്ടികളിലേക്ക് മാതൃകകൾ നഷ്ടപ്പെടുന്നു. അതായത് ഇവർക്കൊരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതെല്ലാ തലങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഈ കുട്ടികളും ഇത് തന്നെ കണ്ടു ശീലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ മാത്രം, കുട്ടികളെ മാത്രം നമുക്ക് തെറ്റു പറയാനായിട്ട് പറ്റില്ല. പിന്നെ അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശിക്ഷയും ശിക്ഷണവും തമ്മിൽ, ഇപ്പോൾ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പക്ഷേ ഒരു കുട്ടിയെ അടിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ അത് പറയുമ്പോൾ കുടുംബങ്ങളിൽ ഇപ്പോൾ ഒരു 10 ഉമ്മ കൊടുക്കുമ്പോൾ നമ്മളൊരു അടി അടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 10 അടി കൊടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് കാര്യമില്ല. ക്ലിയർ? അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്കൊരു അടി തരുന്നത് എന്ന് വരികയാണെങ്കിൽ വിഷയം വരുന്നില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താണെന്നെങ്കിൽ, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വിഷയത്തിൽ തമ്മിലുള്ള തർക്കത്തിൻ്റെ ദേഷ്യം നിലനിൽക്കുമ്പോഴും ഒരു പക്ഷെ അതെടുത്ത് കുട്ടികളെ പിടിച്ചടിക്കുന്ന, അത് അങ്ങനെ വരുമ്പോഴത് ശിക്ഷയായിട്ട് മാറി. അപ്പോൾ കുട്ടികൾ നേരെ നെഗറ്റീവായിട്ട് മാറിപ്പോകാനായിട്ടുള്ള ഇടയുണ്ട്. ചിലപ്പോൾ അവർ തന്നെ നമ്മൾ വീട് വിട്ട് ഇറങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. കാരണം അവർക്ക്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ എൻ്റെ ഒരുത്തന്നെ അടിച്ചാലും ഒരു പക്ഷേ ആ സമയത്ത് ഞാൻ അവനോട് രമ്യതപ്പെട്ടില്ലെങ്കിൽ പോലും അവൻ അപ്പുറത്ത് പോയി ചേച്ചിയോടോ അല്ലെങ്കിൽ ചേട്ടനോടോ പോയി പറഞ്ഞ കാര്യങ്ങൾ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. ആ ഒരു അവസ്ഥ ഇന്ന് പല വീടുകളിലില്ല. അങ്ങനെ വരുമ്പോഴും ഇവർ ആ ഒരു അവർക്ക് ഉണ്ടാകുന്ന ആ മുറിവ് അങ്ങനെ തന്നെ വെച്ച് കൊണ്ട് നടക്കുകയാണ്. അതാരോട് ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളിടത്ത്, ഇതൊന്നോ രണ്ടോ കുട്ടികളുള്ളിടത്ത് ഈ അടിക്കുക എന്ന് പറയുന്ന ശിക്ഷ കൊണ്ട് ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ചധികം കൂടിയ കുട്ടികളുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരടി, ഒരു 10 ഉമ്മ കൊടുക്കുമ്പോൾ ഒരടി എന്നുള്ള ഇത് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ശരി. ഇവിടെ ഈ ഒരു കാലത്ത് ഈ മക്കളെ പേടിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ കുട്ടികളെ, സ്റ്റുഡൻസിനെ പേടിക്കുന്ന അധ്യാപകർ, എനിക്ക് തോന്നുന്നു ഇതൊരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ കൂടി ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല നമ്മുടെ മീഡിയ, മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ടെക്നോളജിയുടെ വളർച്ച, ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ആദരവ്, റെസ്പെക്റ്റ്, ഗുരുത്വം, മാതാപിതാക്കളുടെ അനുഗ്രഹം, ആശീർവാദം, ഈ തോട്ട് പ്രോസസ്സുകൾ, ഈ ഒരു യാഥാർത്ഥ്യങ്ങളെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇതിനെ വേറൊരു കൺസെപ്റ്റിലൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ പലപ്പോഴും ഈ മൊബൈൽ ഫോണിലേക്ക് കുഞ്ഞു നിൽക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്ന പേരൻസ് മക്കളുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിൽ. അത് അങ്ങനെ ജനറലൈസ് ചെയ്യുകയില്ല, പക്ഷേ മുമ്പെങ്ങുമില്ലാത്ത വിധം മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളും കുട്ടികളെ പേടിക്കുന്ന അധ്യാപകരും ഉണ്ടാകുന്നതും ഈ ഒരു കാലത്തിന്റെ ഒരു പ്രതിസന്ധി തന്നെയാണ്, അല്ലേ? ഈ അടുത്ത നാളുകളിലൊക്കെ കാണുന്ന റിപ്പോർട്ടുകൾ നമുക്ക് അല്പം പോലും ആശാസ്യകരമല്ല. കാരണം നേരത്തെയൊക്കെ ഒരു മക്കളെ തല്ലുന്ന അല്ലെങ്കിൽ അടിക്കുന്ന മാതാപിതാക്കളെ പറ്റിയുള്ള വാർത്തകളായിരുന്നു, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഗൗരവതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശതകൾ ഉണ്ടായിരുന്ന വാർത്തകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിരുന്നെങ്കിൽ, ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വാർത്തകൾ മകന്റെ അടിയേറ്റ് അമ്മ മരിച്ചു, മകന്റെ കുത്തേറ്റ് അമ്മ മരിച്ചു, മകന്റെ വെട്ടേറ്റ് അച്ഛൻ മരണപ്പെട്ടു,
അല്ലെങ്കിൽ അച്ഛനും മകനും തർക്കമുണ്ടായി, തർക്കത്തിനിടയിൽ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ റെഗുലർ ആയിട്ട് നാം കേട്ടുവരുന്നു. ഇതിലൊരു ഒരു വ്യവസ്ഥിതിയുടെ തന്നെ മാറ്റം നമുക്ക് കൃത്യമായിട്ട് ദർശിക്കാനാവും. അതായത് നേരത്തെ സൂചിപ്പിച്ച ഒരു ഗുരു ശിഷ്യ ബന്ധം, അല്ലെങ്കിൽ അച്ഛൻ മക്കൾ, മാതൃത്വം പിതൃത്വം, അവര് മക്കൾ തമ്മിലുള്ള ബന്ധം, അത്തരത്തിലുള്ള ബന്ധത്തിന് തന്നെ വലിയ വില കൊടുക്കാത്ത ഒരു സാഹചര്യം സമൂഹത്തിലായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ഈ ഡബ്ലിനിൽ വെച്ച് നടന്ന ലോക യുവജന സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭരണഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ നിയമങ്ങളുടെ സംഹിതകളുമായിട്ട് ബന്ധപ്പെട്ട ലംഘനങ്ങളല്ല, മറിച്ച് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് റിലേറ്റീവിസം. ഞാൻ അതിന്റെ മലയാളം പരിഭാഷ നോക്കിയപ്പോൾ ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു വാചകം, ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് റിലേറ്റീവിസത്തിന്റെ എക്സാക്ട് മലയാളം ട്രാൻസ്ലിറ്ററേഷൻ ദാറ്റ് ഈസ് ആപേക്ഷികത സ്വേച്ഛാധിപത്യം എന്നതാണ്. അതായത് ശരിയും തെറ്റും പരസ്പരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പറയുന്ന ശരി അത് എന്റെ മാത്രം ശരിയാണ്. എന്റെ വിദ്യാർത്ഥിയുടെ കണ്ണിൽ അല്ലെങ്കിൽ എന്റെ മക്കളുടെ കണ്ണിൽ ആ ശരി പലപ്പോഴും തെറ്റായിട്ട് പോകും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റ് അവരുടെ കണക്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യത്തിൽ അത് ശരിയാണ്, എന്നാൽ എന്റെ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ എന്നിലേക്ക് വരുമ്പോൾ അത് തെറ്റായിട്ട് മാറും. ഇതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ്. അതായത് ശരിയും തെറ്റും, ഇപ്പോൾ ഈ ആന്ത്രപ്പോളജിസ്റ്റൊക്കെ മനുഷ്യനുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നു എന്ന് പറയുന്നത് ഈ ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയാണ്. ആ വിവേചന ബുദ്ധി നഷ്ടപ്പെടുകയും ശരിയെയും തെറ്റിനെയും പരസ്പരം വേർതിരിക്കാനാകാതെ ശരി ഒരു തരത്തിൽ ഒരു വിഭാഗം ആളുകളെ മാത്രം ശരിയാവുകയും അതേ ശരി മറ്റൊരു വിഭാഗം ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതാണ് ഈ ജെൻസിയും അതിന്റെ മുന്നിലുള്ള മില്ലേനിയലൊക്കെ തമ്മിലുള്ള വ്യത്യാസം നിലനിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജെൻസി പറയുന്ന, അല്ലെങ്കിൽ ജെൻസി ഇപ്പൊ മൊബൈലിൽ ഉപയോഗം ഒരു 2-4 മണിക്കൂർ അല്ലെങ്കിൽ 6-8 മണിക്കൂർ ഉപയോഗിക്കുന്നത് ജെൻസിയുടെ ഒരു പരിതസ്ഥിതി വെച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. എന്നാൽ ഇപ്പുറത്ത് അവരുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ ശരി വെച്ചിട്ട് അത് തെറ്റു മാത്രമല്ല, അവരുടെ ബുദ്ധി കൂർമ്മതയെ, അവരുടെ സ്വാഭാവികമായിട്ടുള്ള നൈസർഗികതയൊക്കെ ബാധിക്കുന്ന ഘടകമായിട്ട്, അത് ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കുന്ന ഘടകമായിട്ട് ഈ മൊബൈൽ ഉപയോഗത്തിന്റെ മാധ്യമ ഉപയോഗമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യിക്കാനുള്ള സാഹചര്യം അധ്യാപകർ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഉണ്ടാക്കിയിരിക്കും. അതിന് തുറന്ന സംവാദങ്ങൾ ആവശ്യമാണ്. അതായത് ജെൻസിയും ജന്നാൽഫയും തമ്മിൽ സംവാദങ്ങൾ വേണം. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ക്രിയാത്മകവും കുറെ കൂടി മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, അതൊരു ക്ലാസിന്റെ പരിതസ്ഥിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കുറെ കൂടി വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വിഷയത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടിയിരിക്കും. സാമൂഹ്യ വ്യവസ്ഥിതിയെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പല സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതേ തരം തന്നെ കുടുംബങ്ങളിലും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അപ്പൻ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നതും മക്കൾ ആ വിഷയത്തെ നോക്കിക്കാണുന്നതും വ്യത്യസ്ത തലത്തിലാണ്. പണ്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വാക്ക്. അതായത് അപ്പൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് വേറെ തലമുറയിൽപ്പെട്ടവരായതുകൊണ്ട് അപ്പനും അമ്മയ്ക്കും മനസ്സിലാവുന്നില്ല. ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലത്തും പൊതുസമൂഹം അംഗീകരിച്ച ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷണ നടപടികളിൽ കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള മാതൃത്വം, കുറെ കൂടി ഉത്തരവാദിത്തത്തോടുള്ള പിതൃത്വം, കുറെ കൂടി ഉത്തരവാദിത്തത്തോടുള്ള ഗുരുത്വം, ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാകുന്നതിന് ഏറ്റവും സാധ്യതയുള്ള ഈ ധാർമ്മികത എന്ന് പറഞ്ഞപ്പോഴേ ഞാനത് ഒരു അതായത് 2000 ആണ്ടിന് ശേഷം മാത്രം 18ഓളം നിയമങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പോക്സോ ആക്ട് അല്ലെങ്കിൽ ആർട്ട് അത്തരത്തിലുണ്ട് 18ഓളം നിയമങ്ങൾ. പക്ഷേ എൻ്റെ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഈ 18ഓളം നിയമങ്ങൾ 2000 ആണ്ടിന് ശേഷം വരുമ്പോഴും 2000 ആണ്ടിന് മുൻപുള്ള 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന നിയമം ഒരു ഡെമോക്രസി വാള് പോലെ മുകളിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് അനുവദിക്കുകയാണ്. പിന്നെ ഇവരെ സംരക്ഷിക്കാൻ 18 നിയമമുണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇവിടെ ഈ ധാർമ്മികത അധപതനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തലം എന്ന് പറയുന്ന ഈ ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറഞ്ഞ് ഒന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ, അതായത് നമ്മൾ പറയും ഇപ്പം ന്യൂട്ടൻ്റെ ഇതുണ്ടല്ലോ, ഫോർ എവരി ആക്ഷൻ ഈക്വൽ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇത് ചെയ്തതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് നമ്മുടെയൊക്കെ മനസ്സാക്ഷികളെ ശരിക്ക് നാശമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് ഈ ഒരു 71 നിയമം നിൽക്കുമ്പോൾ എത്രത്തോളം കുട്ടികളുടെ സംരക്ഷണത്തിനും മറ്റ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്താണ് അവിടെ ഫലം എന്നും കൂടെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞാനിപ്പോൾ ഈ അധ്യാപകരുടെ ഇത് പറഞ്ഞപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവൻ്റെ വിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നൊരു ഇതുണ്ട്. അത് പ്രകാരമാണ്. അതായത് അധ്യാപകരെ നിങ്ങളെ കുട്ടികൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ
അത് നിങ്ങളിൽ സാക്ഷ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അധ്യാപകരെ ശ്രവിക്കുന്നില്ലെങ്കിൽ അത് അധ്യാപകരിൽ സാക്ഷ്യമില്ലാതെ. ഇത് തന്നെ മാതാപിതാക്കളുടെ കേസിൽ വരുന്നുണ്ട്. അതായത് മാതാപിതാക്കളെ കുട്ടികൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളിൽ സാക്ഷ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവര് കുട്ടികൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ മാതാപിതാക്കളുടെ കുറവുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ കാണാം എന്ന് കണ്ടാൽ മതി അല്ലേ? അങ്ങനെ കൂടി നമുക്ക് കാണാൻ പറ്റും എന്ന് കരുതുന്നു. റൈറ്റ്. തീർച്ചയായിട്ടും ശിക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഷെക്കീന ഫയറൂമിൻ്റെ എപ്പിസോഡ് ചർച്ച ചെയ്തത്. അത് കുടുംബങ്ങളിൽ തുടങ്ങി എങ്ങനെ സ്കൂളുകൾ കടന്ന് കലാലയങ്ങളുടെ വാതിൽക്കൽ വരെ അതെങ്ങനെ എത്തുമെന്നും അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ വേർതിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിഷയം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ തലങ്ങളിലേക്കാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോയത്. ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ ജെയിംസ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നല്ല മാതൃകകൾ നമുക്കുണ്ടാവുക, ആ മാതൃകകളിലൂടെ മക്കൾ വളർന്നു വരട്ടെ, നല്ല അധ്യാപകരും നല്ല മാതാപിതാക്കളുമായി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. രണ്ട്, നന്മയുടെ ഉദ്ദേശത്തോടെ ഒരു മക്കളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതാണ് ഓരോ ശിക്ഷണങ്ങളും ആ തലത്തിലാണ്. എന്നാൽ ക്രൂരമായ ശിക്ഷകൾ പഴയ കാലത്തെ പാരമ്പര്യം കണക്കെ നമ്മൾ നടത്തുന്ന പല ശിക്ഷാരീതികൾ അത് പല സ്കൂളുകളിലും ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. അത്തരം കാര്യങ്ങൾ ഈ ഒരു തലമുറ, ഈ ഒരു പുതിയ കാലം അത് ആഗ്രഹിക്കുന്നില്ല. പകരം അവരെ പോസിറ്റീവായി തിരുത്താനും അവരെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു കൂട്ടായ്മയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ പരസ്പരം സ്നേഹിക്കാം, എന്നാൽ ശിക്ഷണത്തിൻ്റെ അർത്ഥതലങ്ങളിൽ നമ്മുടെ തലമുറയെ നമുക്ക് കൂടുതൽ വിശുദ്ധമായി, കൂടുതൽ സ്നേഹത്തിൽ നമുക്ക് അവരെ നയിക്കാം. ഈ വിഷയം ഷെക്കീന ഫയറൂം ചർച്ച ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക്, ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.